മാങ്കൂട്ടത്തിൽ വിഷയം ഒരു തെരഞ്ഞെടുപ്പിനും ബാധിക്കാൻ പോകില്ല. കാരണം അതിന്റെ ഏറ്റവും നല്ല തെളിവ് തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളം മുഴുവൻ ഏറ്റവും കൂടുതൽ LDF ആഘോഷിച്ചത്. LDF മാത്രമല്ല, കേരളത്തിലെ എല്ലാ ചാനലുകളും നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആഴ്ചയിലെ 6 ദിവസവും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് രാഹുൽ മാങ്കൂട്ടമാണ്. രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഇറങ്ങുന്നു, അയാൾ അവിടെ പൊന്തുന്നു, ഇവിടെ പൊന്തുന്നു, ചായ കുടിക്കുന്നു, അവിടെ പ്രചരണത്തിന് പോകുന്നു, ഇവിടെ ആളെ കാണുന്നു, അയാളുടെ പിന്നാലെ പോലീസ് പോകുന്നു, ആരോപണങ്ങൾ വരുന്നു, ആകെ ബഹളമായിരുന്നു കേരളം മുഴുവൻ. എന്ത് സംഭവിച്ചു? ഞാൻ വേറെ എവിടെയും നോക്കുന്നില്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് മാത്രം എടുക്കുക. പാലക്കാട് എന്താ സംഭവിച്ചത്? BJPയും CPM ശക്തമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ എതിരായി കൊണ്ടുവന്ന് കോൺഗ്രസിനെതിരായി ആക്രമണം നടത്തി. പാലക്കാട് നഗരസഭയടക്കം BJPയുടെ സീറ്റ് കുറഞ്ഞില്ലേ? BJP ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന നഗരസഭയാ, അവരുടെ സീറ്റ് പോയി. UDFനും സീറ്റ് കിട്ടി, LDFനും കുറച്ച് വ്യത്യാസമുണ്ടായി, കാര്യമായിട്ടൊന്നും കിട്ടിയില്ല. എന്ന് പറഞ്ഞാൽ പാലക്കാട് ജനങ്ങൾ പോലും രാഹുൽ മാങ്കൂട്ടം വിഷയമല്ല വോട്ട് ചെയ്യുന്നത്. കാരണം അതിന് കാര്യമുണ്ട്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയമല്ല ജനങ്ങൾക്ക് പ്രധാനം. അതൊക്കെ നമുക്ക് പറയാം. ഇപ്പൊ ഞാനൊരു ഒറ്റ ഉദാഹരണം പറയാം. എനിക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ പോലും ഇവര് സാധാരണ സ്ത്രീകളെ മുഴുവൻ, ഇവർക്കെതിരായി വരുന്നവരെ മുഴുവൻ അവരുടെ സദാചാരം പറയും. നമുക്കറിയാം, ആന്തൂര് സാജന്റെ ഭാര്യയെ സംബന്ധിച്ച്, സാജന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സാജന്റെ ഭാര്യയ്ക്കെതിരായി സദാചാരം എഴുതിയ ആളുകളാണ് ദേശാഭിമാനി. വാളയാറിൽ 2 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മയുടെ സദാചാരമാണ് CPM-കാർ ഇപ്പോഴും പൊക്കി പിടിക്കുന്നത്. ആ സദാചാരത്തിന്റെ സ്കെയിൽ വെച്ചിട്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ച സ്ത്രീയുടെ സദാചാരം നടക്കാൻ തയ്യാറുണ്ടോ? എങ്ങനെ തയ്യാറാവുക? ഞാൻ പറയുന്നത്, അവർക്ക് ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ അവർ ജീവിക്കും, അവർ പോകും, അത് അവരുടെ പ്രേമം സ്നേഹം ഒക്കെ ഉണ്ട്. പക്ഷെ അവരൊരാളുടെ ഭാര്യയായിരുന്നു. അപ്പൊ വേറൊരാളുടെ ഭാര്യയായിരുന്നു ഒരാളെ വിളിച്ച് വാടക കൊടുത്ത് ഹോട്ടലിൽ വിളിച്ചു വരുന്നതിന്റെ കാര്യം എന്താ? പലസ്തീൻ പ്രശ്നം ചർച്ച ചെയ്യാനൊന്നും അല്ലല്ലോ. അപ്പൊ പ്രശ്നം അപ്പൊ സദാചാരം വിഷയമല്ല. കാരണം എന്താ? അവര് സവർണയാണ്, അവര് കേമത്തിയാണ്, അവര് CPM-ന് അനുകൂലമാണ്, അത്രേ ഉള്ളൂ. നേരെ മറിച്ച് വാളയാറമ്മ അല്ലെങ്കിൽ വേറെ അമ്മമാർ, സൂര്യനെല്ലിയിലെ പെൺകുട്ടി ഒക്കെ സദാചാര പ്രശ്ന. കാരണം എന്താ? അത് അവര് മോശമാണ്. പക്ഷെ ഇവിടെ ഒരു മോശമില്ല. ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇരട്ടത്താപ്പ്, മൂന്നാമത്തെ ഇരട്ടത്താപ്പ് വളരെ കൃത്യമാണ്. CPM-ന്റെ കൂടെയുള്ള സദാചാരക്കാരുടെ കണക്കൊന്നും എടുത്താൽ നമുക്ക് ക്ലിയർ ആവില്ലേ? P. ശശി മുതൽ PK ശശി മുതൽ ഇങ്ങോട്ട് താഴേക്ക് എടുക്കൂ. മുകേഷിന്റെ വീണ ജോർജ് നടത്തിയ ഒരു പത്രസമ്മേളനം, ഒരു ഇന്റർവ്യൂ മാത്രം മതിയല്ലോ മുകേഷിന്റെ മുൻ ഭാര്യയായിട്ട്, സരിതയായിട്ട്. അതുണ്ടെങ്കിൽ മാത്രം അയാൾക്കെതിരെ കേസെടുക്കാമല്ലോ ഇപ്പോഴത്തെ നിലയ്ക്ക്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസെടുത്താണെങ്കിൽ ക്ലിയർ ആയിട്ടും കേസെടുക്കാം, ഗാർഹിക പീഡനത്തിനടക്കം കേസെടുക്കാം. എന്തെടുക്കാത്തത്? മുകേഷ് ഇപ്പൊ തന്നെ ഒരു കേസിൽ കുറ്റപത്രം കിട്ടിയിരിക്കുന്ന ആളല്ലേ. അപ്പോ ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾ CPM-ന് വരും. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം, ഇനി കോൺഗ്രസ് ആണെങ്കിൽ അതവരെ പുറത്താക്കി. ആദ്യമേ തന്നെ മാതൃകാപരമായ നടപടി എടുത്തു. ആദ്യം അവരെ സസ്പെൻഡ് ചെയ്തു, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കി, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പുറത്താക്കി. ആദ്യമായി ഈ വിഷയം കോടതിയിൽ വന്ന ദിവസമാണ് അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നത് 100%. പത്മകുമാറിനെ വരെ പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്, ശബരിമല കൊള്ള നിർത്തിയ പത്മകുമാറിനെ പാർട്ടിയിൽ വെച്ചിരുന്ന ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണം എന്ന് പറഞ്ഞു. ഗണേഷ് കുമാറും, നമുക്ക് ചിരി വരുന്നുണ്ട്, ഗണേഷ് കുമാറും മുകേഷും ഒക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെടുന്നവർ. വളരെ വിചിത്രമാണ് നമ്മുടെ രാജ്യം. അതുകൊണ്ട് ഒരു വിധത്തിലും അത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി വരാനേ സാധ്യതയില്ല.